Hi students, welcome to a new topic and new class. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രീ റിക്വിസിറ്റ്സ് ഓഫ് സൗണ്ട് ഇൻസെൻറ്റീവ് പ്ലാൻ ഓർ സ്കീം. നല്ലൊരു ഇൻസെൻറ്റീവ് പ്ലാൻ അല്ലെങ്കിൽ സ്കീമിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ 17 പോയിൻ്റാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരുപാട് ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഇൻസെൻറ്റീവ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ ആ ഒരു വേജ് ഇൻസെൻറ്റീവ് പ്ലാൻ എന്ന് പറയുന്നത് താഴെ പറയുന്ന കുറേ റിക്വയർമെൻറ്റ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാലാണ് അത് കുറച്ച് കൂടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നല്ലൊരു ഇൻസെൻറ്റീവ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോപ്പർ ക്ലൈമറ്റ്. എന്താണ് പ്രോപ്പർ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റിക്വയർമെൻറ്റ് ഫോർ ദ സക്സസ്ഫുൾ ഇൻട്രൊഡക്ഷൻസ് ഓഫ് എ വേജ് ഇൻസെൻറ്റീവ് പ്ലാൻ ഈസ് എ പ്രോപ്പർ ക്ലൈമറ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് പ്ലാന് ഇംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് പ്രോപ്പറായിരിക്കാനാണ് പറയുന്നത്. അതായത് മാനേജ്മെൻറ്റ് ഷുഡ് ഡെവലപ്പ് എ ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റും എംപ്ലോയീസും ഒക്കെ തമ്മിൽ നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ദിസ് മീൻസ് ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ് ഷുഡ് ബി ഗുഡ് ആൻഡ് ഫ്രീ ഫ്രം സസ്പീഷ്യൻ. യാതൊരു തരത്തിലൊരു വിശ്വാസക്കേടോ അല്ലെങ്കിൽ ഒരു സംശയദൃഷ്ടിയോട് കൂടിയിട്ട് എംപ്ലോയീസിനെ നോക്കുന്നൊരവസ്ഥയോ ഒന്നുമില്ലാതെ എല്ലാവരുമായിട്ടും നല്ല രീതിയിലൊരു ബന്ധം നിലനിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു പ്ലാനും അവിടെ കൊണ്ടുവരാനും അത് സക്സസ്ഫുൾ ആക്കാനും സാധിക്കുള്ളൂ. ഇറ്റ് ഈസ് ബെറ്റർ ടു ഇംപ്ലിമെൻറ്റ് ദ ഇൻസെൻറ്റീവ് സ്കീം വിത്ത് കോപ്പറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ. ഏതൊരു ഇൻസെൻറ്റീവ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിലും ആരുടെയും കൂടി സഹകരണം അവിടെ ആവശ്യമാണ്. എംപ്ലോയീസിനെ പോലെ തന്നെ അതായത് ട്രേഡ് യൂണിയൻ്റെ കോപ്പറേഷൻ കൂടി അവിടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരുമായിട്ട് നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ് പറയുന്നത് കോപ്പറേഷൻ ഓഫ് വർക്കേഴ്സ്. ദ കോപ്പറേഷൻ ഓഫ് വർക്കേഴ്സ് ഈസ് എസെൻഷ്യൽ ടു ഇംപ്ലിമെൻറ്റ് ദ സ്കീം സക്സസ്ഫുള്ളി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ട്രേഡ് യൂണിയനുമായിട്ട് നല്ലൊരു ബന്ധം അവിടെ ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ എവിടെയാണോ ഇൻസെൻറ്റീവ് പ്ലാന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടുത്തെ വർക്കേഴ്സുമായിട്ടും നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കണം. അതേപോലെ വർക്കേഴ്സിൻ്റെ കോപ്പറേഷനും ഉണ്ടായിരിക്കണം. അവരുടെ സഹകരണം ഇല്ലെങ്കിൽ അത് നല്ല രീതിയിൽ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് തേർഡ് പോയിൻ്റ് പറയുന്നത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ. ഇനി ഒരു നല്ലൊരു വേജ് ഓർ ഇൻസെൻറ്റീവ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഡിസിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്നെല്ലാം ഒരു ഡിസ്കഷൻ നടന്ന് ലാസ്റ്റാണ് നമ്മളത് ഫൈനലൈസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ സ്റ്റേജിൽ തന്നെ നമ്മൾ ആരെ കൂടി ഉൾക്കൊള്ളിക്കണം എന്നാണ് പറയുന്നത്, ഈ ട്രേഡ് യൂണിയൻ മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിനെയോ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഫോർത്ത് പോയിന്റിൽ പറയുന്നത് സയൻറ്റിഫിക് സ്റ്റാൻഡേർഡ്സ്. ദ സ്കീം മസ്റ്റ് ബി ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് മെഷർമെൻറ്റ്. സയൻറ്റിഫിക്കായിട്ടുള്ള വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള സ്കീമുകൾ കൊണ്ടുവരാൻ. കാരണം ഒരു സ്റ്റാൻഡേർഡും കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതെന്താവില്ല, അതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊസീജിയർ അവിടെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, അത് റിയലിസ്റ്റിക് ആവില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് മോട്ടിവേറ്റ് വർക്കേഴ്സ് ടു പുട്ട് ബെറ്റർ പെർഫോമൻസ്. ആ ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് തോന്നണം, അത് കൂടുതൽ മോട്ടിവേഷൻ എംപ്ലോയീസിന് കൊടുക്കുന്ന തരത്തിലായിരിക്കണം. അതുകൊണ്ടാണ് അതിനൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. അതും എങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പോലെയോ അതല്ലെങ്കിൽ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡിൽ ചില വേരിയേഷൻസ് കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു ബിലോ സ്റ്റാൻഡേർഡുള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക. അപ്പോൾ അത് എങ്ങനെ നിങ്ങളതൊരു സ്റ്റാൻഡേർഡിൽ എത്തിച്ചു എന്ന് പറയുമ്പം അവർക്കത് പറയാൻ പറ്റുന്ന വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് അവർ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത് സിംപ്ലിസിറ്റി. എന്താണ് സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കമ്പനിയുടെ ഇൻസെൻറ്റീവ് പ്ലാനും എങ്ങനെയായിരിക്കണം, വളരെ സിമ്പിളായിരിക്കണം. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈസി ടു അണ്ടർസ്റ്റാൻഡബിൾ ടു എവറി എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും എളുപ്പത്തിൽ മനസ്സിലാവുന്നതായിരിക്കണം. ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആവരുത്, കുറേ കാൽക്കുലേഷനുള്ള തരത്തിലാവരുത്. എവറി വർക്കർ ഈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് പ്രോപ്പർലി. എത്ര താഴ്ന്ന പൊസിഷനിലുള്ള വർക്കേഴ്സിനാണെങ്കിലും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലാനിങ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്.
ഇറ്റ് ഷുഡ് ഓൾസോ ബി ഈസി ടു കാൽക്കുലേറ്റ് ദ ഏർണിങ്സ് ഓഫ് വർക്കേഴ്സ്. നമ്മൾക്ക് തന്നെ നമുക്ക് എത്ര ഏണിങ്സ് കിട്ടുന്ന കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഓരോ പ്ലാനിങ്ങോടെ നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസോട് കൂടിയിട്ടുള്ള ഒരു കാര്യമാണ് വേജ് ഇൻസെൻറ്റീവ് പ്ലാനിൽ നമ്മൾ കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് 6th പോയിന്റിൽ പറയുന്നത് ഇക്വിറ്റബിൾ. ഇക്വിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ? തികച്ചും ന്യായമായത്. നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിക്ക് ന്യായമായിട്ടുള്ള ശമ്പളമാണ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവാണ് നമുക്ക് കിട്ടേണ്ടത്. ഇൻസെൻറ്റീവ് the scheme should be equitable. That means scheme should provide an equal opportunity to all employees to earn incentive pay. Otherwise, jealousy and dissatisfaction arise among employees. ഓരോ ആൾക്കാർക്കും ഇപ്പം നമ്മൾ നന്നായി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കുന്നതും വർക്ക് കുറവ് ചെയ്യുന്ന ആൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എങ്കിലും അവരുടെ വർക്കിനനുസരിച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് പ്ലാനാണെന്ന് പറയാം. അതല്ലെങ്കിൽ എന്താ, അവർ തമ്മിൽ ഒരേ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കണം അതിൻ്റെ ഇൻസെൻറ്റീവും കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ എംപ്ലോയീസ് തമ്മിൽ തന്നെ വളരെ ജലസി ആയിരിക്കുക, അവരോട് ഡിസാറ്റിസ്ഫൈഡ് ആവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി 7th പോയിന്റിൽ പറയുന്നത് ഫ്ലെക്സിബിൾ. ദ പ്ലാൻ ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇനഫ് ടു മേക്ക് ചേഞ്ചസ് ഇഫ് നെസസറി. നമ്മൾ ഏതൊരു പ്ലാനിങ് നടത്തുമ്പോഴും അവിടെ നമുക്കൊരു റിജിഡ് ഓർ ഫിക്സഡ് പ്ലാനിങ് ചെയ്യാൻ സാധിക്കില്ല. ഏതൊരു ബിസിനസ് ക്ലൈമറ്റും എൻവയോൺമെൻറ്റും എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പക്ഷം തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇത്തരത്തിലുള്ള ഇൻസെൻറ്റീവ് പ്ലാൻസ് അവിടെ കൊണ്ടുവരേണ്ടത്. ആ പ്ലാൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഫ്ലെക്സിബിൾ ഇനഫ് ടു മേക്ക് ചേഞ്ചസ് ഇഫ് നെസസറി. നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ചസ് അതിൽ വരുത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ടെക്നോളജിക്കൽ ചേഞ്ചസ്, മാർക്കറ്റ് ഡിമാൻഡ്, അറേഴ്സ് ഇൻ ദ സ്കീം will insist to make changes in the incentive schemes. So frequent changes should be avoided because it will create suspicion among the employees' mind. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇൻസെൻറ്റീവ് പ്ലാന് എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്? ഫ്ലെക്സിബിൾ ആവണം. ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. കാരണം ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്കീമിൽ വല്ല എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് അറിയാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. പക്ഷേ ആ മാറ്റം എങ്ങനെയായിരിക്കണം? ഫ്രീക്വൻറ്റ് ചേഞ്ചസ് അവിടെ ഉണ്ടാവരുത്. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. കാരണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ നോർമലി എന്തുണ്ടാവും? എംപ്ലോയീസിൻ്റെ മൈൻഡിലും ഒരു സംശയം, ഇവരെന്തിനാണ് ഇങ്ങനെ പ്ലാന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്കത് അനുകൂലമാവോ ഇല്ലേ എന്നുള്ളൊരു സംശയം എംപ്ലോയീസിൻ്റെ ഉള്ളിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻസെൻറ്റീവ് പ്ലാൻസ് നമ്മൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഒരു മാറ്റം ആവശ്യമാണ് എന്ന് തോന്നുന്ന പക്ഷം മാത്രം നമുക്കത് എന്ത് ചെയ്യാം? ആ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാൻ സാധിക്കും. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. 8th പോയിന്റിൽ പറയുന്നത് ലെസ് കോസ്റ്റ്ലി. ദ ഇൻസെൻറ്റീവ് പ്ലാൻ ഷുഡ് നോട്ട് ബി എ കോസ്റ്റ്ലി ഓപ്പറേഷൻ. ഈ ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിലവുണ്ട്. കാരണം അത് ഒരാൾ മാത്രം ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിൽ വളരെ എക്സ്പേർട്ടായ ആൾക്കാരെയൊക്കെ നമ്മൾ വെച്ചിട്ട് ആണ് നമ്മൾ ഈ ഒരു പ്ലാനിങ് ഒക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനത്തെ സ്കീമുകളായിരിക്കും കൊണ്ടുവരേണ്ടത്? ഒരു പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നതും വല്ലാതെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാനുകളൊന്നും കൊണ്ടുവരരുത്. കാരണം while installing an incentive wage scheme, cost incurred for job evaluation, work measurement, additional supervision etc. must be considered. നമ്മളൊരു ഇങ്ങനൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഇൻസെൻറ്റീവ് സിസ്റ്റം, വേജ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തിനൊക്കെ കോസ്റ്റ് വരും, ഏത് തരത്തിലുള്ള ജോലിയാണ്, ജോബിനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ്, അവിടെ വർക്ക് മെഷർ ചെയ്യുക, ഓരോരുത്തരുടെ വർക്ക് എങ്ങനെ വരുന്നു, അഡീഷണൽ ആയിട്ട് സൂപ്പർവിഷനൊക്കെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പ്ലാൻ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 9th പോയിന്റിൽ പറയുന്നത് വൈഡ് കവറേജ്. വൈഡ് കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് വർക്കേഴ്സ് സച്ച് ആസ് സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ഹെൽപ്പേഴ്സ്,
Crane operators, canteen staff, storekeepers, and clerical staff should also be covered by incentive scheme. വൈഡ് കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എന്താ, ആ ഒരു സ്കീം കവർ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്ന അവരുടെ എണ്ണം അത് ഒരു വൈഡ് റേഞ്ചിലായിരിക്കണം. അല്ലാതെ അവിടെയുള്ള മാനേജ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ടോപ്പ് ലെവലിലുള്ള ഒരു 5-6 പേർക്ക് വേണ്ടി ആവരുത് ഇങ്ങനെയൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരേണ്ടത്. പകരം എത്ര താഴേക്കിടയിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടോ അവരെല്ലാവരെയും കവർ ചെയ്യുന്ന തരത്തിൽ, അവർക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലായിരിക്കണം ഒരു സ്കീം നമ്മൾ കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. 10th പോയിന്റ് പറയുന്നത് കെയർഫുൾ പ്ലാനിങ്. കെയർഫുൾ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസെൻറ്റീവ് സ്കീം എപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് കെയർഫുള്ളി പ്രിപ്പയർഡ്, ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ഇൻസെൻറ്റീവ് സ്കീം ബിക്കംസ് എ ഫെയിലിയർ. ഓരോ സ്കീമും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ കറക്റ്റ് അല്ലാതെ അല്ലെങ്കിൽ വളരെ കെയർഫുൾ അല്ലാതെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ആ ഗുണങ്ങൾ പോലും അവിടെ നേടിയെടുക്കാൻ സാധിക്കില്ല. ആൻഡ് 11th പോയിന്റിൽ പറയുന്നത് ഗ്യാരണ്ടി മിനിമം വേജസ്. The wage incentive should guarantee minimum wages to all employees. എപ്പോഴും ഒരു സ്ഥാപനത്തിൽ ഒരു വേജ് സിസ്റ്റം കൊണ്ടുവരുമ്പം അവിടെ മിനിമം വേജെങ്കിലും എല്ലാവർക്കും ഉറപ്പ് വരുത്തേണ്ടതാണ്. ആ ഒരു സിസ്റ്റം, ഒരു മിനിമം വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജോലി ചെയ്യുന്ന ആൾക്ക് സ്റ്റാർട്ടിങ് ഇത്ര രൂപ ആയിരിക്കണം, അല്ലെങ്കിൽ മിനിമം അവർക്ക് ഇത്ര രൂപയെങ്കിലും കിട്ടിയിരിക്കണം. അത് ഉറപ്പ് വരുത്തുന്ന ഒരു സ്കീമായിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത്. കാരണം ഇറ്റ് വിൽ എൻഷുർ സെൻസ് ഓഫ് സെക്യൂരിറ്റി എമംഗ് എംപ്ലോയീസ്. ആ ഒരു ജോലിക്ക് നമ്മൾ അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന സമയത്ത് നമുക്കൊരു ധാരണ ഉണ്ടാവും, ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇത്രയാണ്. നമ്മൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു ജോലി കയറുമ്പോൾ അല്ലെങ്കിൽ ഈ മിനിമം 10,000 രൂപ അല്ലെങ്കിൽ മിനിമം 20,000 രൂപ, അതാണ് പറഞ്ഞത്. ആ ഒരു ഓർഡർ എന്താണ് അല്ലെങ്കിൽ എത്ര രൂപ വരയ്ക്ക് നമുക്കത് സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കും, ആ ഒരു വേജ് അവിടെ ഉറപ്പ് വരുത്തുക എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് ഗ്യാരണ്ടി ചെയ്യണം എന്ന് പറയുന്നത്. ആ ജോലി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് 10,000 ആണ്. കാരണം അതിൽ കുറഞ്ഞവർക്ക് കൊടുക്കാൻ പറ്റില്ല, അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു മിനിമം വേജ് ഓരോ പൊസിഷനും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കണം. 12th point, sufficient amount of incentives. The incentive paid must motivate the employees to perform well. എന്താണ് സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ? നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇൻസെൻറ്റീവ്. അത് അവരെ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അവർ മാക്സിമം പെർഫോമൻസ് അവിടെ കൊണ്ടുവരുള്ളൂ. ആ ഒരു പെർഫോമൻസ് ബെറ്റർ ആവുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നുള്ളൂ, അല്ലെങ്കിൽ സെയിൽസ് കൂടുന്നുള്ളൂ, അല്ലെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു ആൾക്ക് അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അത് മതിയായ അളവിൽ, അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടുന്ന അളവിലെങ്കിലും ആ ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യണം. സപ്പോസ് നമ്മളൊരു വർക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയും നിങ്ങൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഇത്ര രൂപ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു, അല്ലാണ്ട് അതായത് ചിലപ്പോൾ 1000 രൂപയുടെ വർക്ക് അവിടെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് വെറും 100 രൂപയോ 200 രൂപയാണെന്ന് വെച്ചാൽ ഒരിക്കലും ആ എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യില്ല. അപ്പോൾ അവരുടെ ജോലിക്ക് അനുസരിച്ച് കൊണ്ട് തന്നെ എന്ത് കൊടുക്കണം? വെറുതെ ഒരു ഇൻസെൻറ്റീവ് കൊടുത്തു പേരിന് എന്ന് പറയാൻ വേണ്ടി 100-200 കൂട്ടി കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല, പകരം വളരെ ഡിസാറ്റിസ്ഫൈഡ് ആവും. അത് നമ്മുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഇൻസെൻറ്റീവ് നമ്മൾ കൊടുക്കുമ്പോൾ സഫീഷ്യൻ്റ് എമൗണ്ട് ആയിരിക്കണം എന്നാണ് പറയുന്നത്. 13th പോയിന്റിൽ പറയുന്നത് സീലിംഗ് ഓൺ ഏർണിങ്സ്. സീലിംഗ് ഓൺ ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യണം. ഒരു ജോലിയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ മിനിമം 10,000 അല്ലെങ്കിൽ മിനിമം 20,000 എന്ന് പറയുമ്പോൾ അവിടെ ഒരു മിനിമം നമ്മളവിടെ ഫിക്സ് ചെയ്യുന്നു. അതേസമയം ഒരു മാക്സിമവും ഫിക്സ് ചെയ്യണം. ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾ ഇത്ര കൊല്ലം വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രാമത്തെ വർഷം, അതായത് നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന ആ ഒരു ഏജ് വരേക്ക് നിങ്ങൾക്ക് മാക്സിമം ഈ ജോലിയിൽ നിന്നുകൊണ്ട് കിട്ടാവുന്ന എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഏണിങ്സും എത്രയാണെന്നുള്ള ഒരു സീലിംഗ് അവിടെ വെക്കണം. അല്ലാണ്ട് എല്ലാ വർഷവും ഒരാൾക്ക് 5,000-10,000 കൂട്ടി കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ വരുമ്പോഴേക്കും അവർ കുറച്ച് 10 വർഷമൊക്കെ സർവീസ് ആകുമ്പോൾ തന്നെ എന്താവും? ഒരുപാട് എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഒരു മാക്സിമം നിങ്ങൾ എത്ര വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇത്ര രൂപ വരേക്ക് മാക്സിമം അറ്റൈൻ ചെയ്യാം എന്ന് നമുക്കവിടെ പറയാം. അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു
ക്വാളിറ്റി ഓഫ് വർക്ക് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവരിത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഒരു ഓവർ വർക്കോ അവർ ഡേ ആൻഡ് നൈറ്റൊന്നും കൺസിഡർ ചെയ്യാതെ വർക്ക് ചെയ്യുന്നൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഒരു ഓവർ എക്സേർഷൻ, കാരണം എംപ്ലോയീസ് ആ ഒരു എമൗണ്ടിലേക്ക് എത്താൻ വേണ്ടി അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ഹെൽത്ത് പോലും കൺസിഡർ ചെയ്യാതെ വർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഇത്ര പെർസെൻറ്റേജ് കിട്ടും, അതിനേക്കാൾ വർക്ക് ചെയ്താൽ ആദ്യം 10%, പിന്നെ 20, പിന്നെ 25, പക്ഷെ അതും കഴിഞ്ഞിട്ട് കിട്ടും എന്നുള്ളൊരു ഓഫർ നമ്മളവിടെ കൊടുക്കരുത്. അത് മാക്സിമം ആയിരിക്കണം. കാരണം ആ മാക്സിമം നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അവരുടെ ജോലിയുടെ നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം അവരുടെ ഹെൽത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരിക്കലും ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. 14th പോയിന്റിൽ ഗ്രീവൻസ് സെറ്റിൽമെൻറ്റ്. അതേപോലെ തന്നെ ഓരോ ഇൻസെൻറ്റീവ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും ചിലപ്പോൾ എംപ്ലോയീസിനത് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അവർക്കതൊരു പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം ഒരു എംപ്ലോയിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് കൂടി എടുക്കുന്നതായിരിക്കണം നമ്മുടെ ഇൻസെൻറ്റീവ് പ്ലാൻ എന്ന് പറയുന്നത്. കാരണം ഫോർ ദാറ്റ് പേർപ്പസ് ഗ്രീവൻസ് റിഡ്രസ്സിംഗ് മെഷീനറി ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഫേമിലും എന്താണ്, ഏതെങ്കിലും എംപ്ലോയിക്ക് അതുമൂലം വല്ല ബുദ്ധിമുട്ടുണ്ടാവുകയാൽ അത് തിരുത്തി കൊടുക്കുക, അല്ലെങ്കിൽ അത് നമുക്ക് അവരുടെ ബുദ്ധിമുട്ട് പരിഹരിച്ചു കൊടുക്കാനാണ് ഇത്തരത്തിലുള്ള ഗ്രീവൻസ് റിഡ്രസൽ സെല്ലുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. ആ ഒരു സംവിധാനം വന്നിരിക്കുന്നത് അതിൻ്റെ ബേസിലാണ്. നെക്സ്റ്റ് പറയുന്നത് ടൈംലി പേയ്മെൻറ്റ്. ഇൻസെൻറ്റീവ് ഷുഡ് ബി പെയ്ഡ് ആസ് ആൻഡ് വെൻ ദ വർക്കേഴ്സ് കംപ്ലീറ്റ് ഹിസ് ജോബ്. എപ്പോഴും ഒരു വർക്കേഴ്സിനെ നമ്മൾ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ ആ ജോബ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് കൊടുക്കാനും നോക്കണം, ഇൻസെൻറ്റീവും കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാതെ ജോബ് നിങ്ങളിപ്പോൾ ചെയ്യൂ, ഒരു മാസം കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞിട്ട് ഇത് പറയുമ്പോൾ ആ ഒരു മോട്ടിവേഷൻ എന്നുള്ളത് എംപ്ലോയീസിന് നഷ്ടപ്പെടുന്നൊരവസ്ഥ. കാരണം അവർ വർക്ക് ചെയ്യുന്നത് എന്തായിരിക്കും, ഉദ്ദേശത്തോടെ ആയിരിക്കും, ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രാം തീയതിയോട് കൂടിയിട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ എൻ്റെ കയ്യിൽ ഇത്ര രൂപ കിട്ടും എന്നുള്ളൊരു കണക്കോട് കൂടിയിട്ടാണ് ഓരോ എംപ്ലോയീസും വർക്ക് ചെയ്യുക. അതുകൊണ്ട് കമ്പനീസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇൻസെൻറ്റീവ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ജോബ് എപ്പോൾ കംപ്ലീറ്റ് ആവുന്നോ അത് ഒട്ടും വൈകാതെ തന്നെ അതിന് ഇൻസെൻറ്റീവും അവർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. 16th പോയിന്റിൽ പറയുന്നത് റിവ്യൂ റേറ്റ്സ്. ദ റേറ്റ് ഷുഡ് ബി പീരിയോഡിക്കലി റിവ്യൂഡ്. അതായത് റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റിംഗ് എങ്ങനെ പോകുന്നു അത് കൃത്യമായിട്ട് ഓരോ ആഴ്ചകളിലും മാസത്തിലോ എങ്ങനെയാണെങ്കിൽ ആ പീരിയോഡിക്കലായിട്ടുള്ള റിവ്യൂ അവിടെ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. 17th പോയിന്റ് ഫോളോ അപ്പ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക്കൽ റിവ്യൂ ഓഫ് ഇൻസെൻറ്റീവ് സ്കീം ഷുഡ് ബി ഡൺ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഓരോ ഇടവേളകളിൽ ഇത് കൊണ്ടുവരുന്ന സിസ്റ്റമൊക്കെ ഓക്കെ ആണോ അത് റിവ്യൂ ചെയ്ത് കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രോപ്പർ സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ ടു റെക്ടിഫൈ ദ മിസ്റ്റേക്ക് ഇൻ ദ ഇൻസെൻറ്റീവ് സ്കീം. അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ ചിലപ്പോൾ ആ റേറ്റിംഗ് കുറയാനും അല്ലെങ്കിൽ കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സംഭവിക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ കൂടിയാലും കുറഞ്ഞാലും അതിനവിടെ ഒരു റീസൺ ഉണ്ടായിരിക്കും. അപ്പോൾ കുറവാണ് റേറ്റിംഗ് വരുന്നത് വെച്ചാൽ നമുക്ക് ഉറപ്പാണ് ആ സ്കീമിന് എന്തോ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലം എന്താണെന്ന് റെക്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ തിരുത്തി കഴിഞ്ഞാലാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകിച്ച് കൺസിഡർ ചെയ്ത് കൊണ്ടുവേണം ഓരോ കമ്പനികളും നല്ല സൗണ്ടായിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് പ്ലാൻ അല്ലെങ്കിൽ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ ഒരു 17 പോയിൻ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു എസ്സേ ആയിട്ടൊക്കെ ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിന് പ്രധാനമായിട്ട് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ക്ലൈമറ്റ് ഉണ്ടായിരിക്കാം, വർക്കേഴ്സിൻ്റെ കോപ്പറേഷൻ, വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ, സയൻറ്റിഫിക് ആയിട്ടൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, സിമ്പിളായിരിക്കുക, ഇക്വിറ്റബിൾ, ഫ്ലെക്സിബിൾ, ലെസ് കോസ്റ്റ്ലി, വൈഡ് കവറേജ്, കെയർഫുൾ പ്ലാനിംഗ്, ഗ്യാരണ്ടി മിനിമം വേജസ്, സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഇൻസെൻറ്റീവ്, സീലിംഗ് ഓൺ ഏർണിങ്സ്, ഗ്രീവൻസ് സെറ്റിൽമെൻറ്റ്, ടൈംലി പേയ്മെൻറ്റ്, റിവ്യൂ റേറ്റ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഫോളോ അപ്പ്. ഇത്രയാണ് ഈ പോയിൻറ്റുകൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.